142 വയസ്സുള്ള ഒരു ക്ലോക്കാണിത്. അല്ലെങ്കിൽ 142 വർഷം പഴക്കമുള്ള ഒരു ക്ലോക്ക്. അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സംഗതി ചില്ലറക്കാരനല്ല, വന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ആൻസോണിയ എന്ന് പറഞ്ഞ ക്ലോക്ക് കമ്പനിയാണ് ഇദ്ദേഹത്തെ നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മിച്ച വർഷം അല്ലെങ്കിൽ ഇദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് 1882 ജൂൺ 8 അപ്പോൾ ഏകദേശം 142 വർഷം പഴക്കമുള്ള ഈ ക്ലോക്കിൻ്റെ പുറം വശമൊന്നും വലിയ പ്രശ്നങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ക്ലോക്കുകളുടെ അവസ്ഥ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ പഴയ സാധനങ്ങൾ അതിലെ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു എന്നുള്ളത് ഈ ക്ലോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. കറൻ്റ്ലി ഈ ക്ലോക്ക് ഇപ്പോൾ വർക്കിംഗ് അല്ല. ഈ ക്ലോക്ക് വർക്കിംഗ് ആക്കി അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. കുറഞ്ഞതൊരു 1000 കമൻറ്റേലും വരണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് ശരിയാക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ പൈസ മുടക്കി ഇത് ശരിയാക്കാൻ പറഞ്ഞാൽ അത്യാവശ്യം പാടുള്ള കേസാണ്. ആദ്യം ഇത് നന്നാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. റിപ്പയർ ചെയ്ത് ക്ലീനാക്കി തരാൻ പറ്റുന്ന ഒരാളെ തന്നെ വേണം. അല്ലെങ്കിൽ ഇത് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തവൻ പിന്നെ അത് പിടിച്ചിട്ട് ഇരുന്ന് അത് പണി പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഏകദേശം ഒരു 1000 കമൻറ്റ് വരികയാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഇതേപോലെയുള്ള 100 വർഷത്തിലധികം പഴക്കമുള്ള അല്ലെങ്കിൽ അതിലും പഴക്കമുള്ള എന്തെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ക്ലോക്കിൻ്റെ മറ്റൊരു കിടിലൻ ഒരു പരിപാടിയാണ്. ഈ സാധനം അടിക്കുമ്പോഴേ ഈ ഇതൊന്നൊരു കമ്പിട്ടിട്ട് ഇവിടെ അല്ല ഇവിടെ ഈ ക്രിസ്മസ് ഫാദർ ഈ ഇങ്ങനെ അടിക്കുന്നതിനൊപ്പം ഇങ്ങനെ നീങ്ങും. ഈ പ്ലാസ്റ്റിക്കിന്റെ ക്രിസ്മസ് ഫാദർ ഇല്ലേ അടിക്കുന്നതിനൊപ്പം നീങ്ങേ തിരിയാണോ ഇതിങ്ങനെ അടിക്കില്ലേ? ഇത് അടിക്കുന്നതിന്റെ ഒപ്പം ഇതല്ലാട്ടായിരുന്നു അതിന്റെ മുകളിലെ വേറെ സാധനം സ്പ്രിങ്ങുമായിട്ട് സാധനമായിരുന്നേ. അങ്ങനത്തെ സാധനമായിരുന്നേ. ആറിനൊക്കെ എടുത്തോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ക്ലോക്കിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ അല്ലെങ്കിൽ ഈ ക്ലോക്ക് പ്രാന്തന്മാരൊക്കെ ഉണ്ടാവില്ലേ, ക്ലോക്കിനെ കുറിച്ച് അത്ര അറിവുള്ളവർ, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പുതിയൊരു വീഡിയോയിലെ കിടിലൻ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.